നമസ്കാരം, ഞാൻ സ്നേഹ എലിസബത്ത് ജേക്കബ്. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കടുപ്പിച്ച് സമസ്ത. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിലെ സുപ്രീം കോടതി ഇടപെടലിൽ നിലപാട് കടുപ്പിച്ച് സമസ്ത. വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ കോടതി ഇടപെടുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ. മുസ്ലിം സ്ത്രീകൾ സ്വന്തം വീടുകളിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ശബരിമല പ്രശ്നത്തിലടക്കം മതനേതാക്കളുടെ വാദം അംഗീകരിക്കണമെന്നും പ്രതികരണം. സമസ്ത സ്ത്രീ പ്രവേശനത്തിൽ നിലപാട് കടുപ്പിച്ചത് കേന്ദ്ര സർക്കാരിന് മുസ്ലിം വ്യക്തി നിയമ ബോർഡിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചതിന് പിന്നാലെ. കേസ് പരിഗണിക്കുന്നത് ശബരിമല വിധിയുള്ളതുകൊണ്ടെന്നും കോടതി പറഞ്ഞിരുന്നു. മക്കയിലെ നിലവിലെ സാഹചര്യം എന്തെന്നും ക്ഷേത്രം, പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങൾക്കെതിരെ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും കോടതിയുടെ ചോദ്യം. സുപ്രീം കോടതി പരിഗണിക്കുന്നത് മുസ്ലിം പള്ളികളിൽ വനിതകൾക്കും ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി. സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കാത്തത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമെന്ന് ഹർജിയിൽ പരാമർശം. സ്ത്രീകളെ പള്ളികളിൽ പ്രവേശിപ്പിക്കരുതെന്ന് ഖുറാനിൽ പറയുന്നില്ല. പ്രവേശന വിലക്ക് മൗലികാവകാശങ്ങളുടെ ലംഘനമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആചാര സംരക്ഷണത്തിന് രാഹുലിന്റെ ഉറപ്പ്. സംസ്ഥാനത്ത് രണ്ടാംഘട്ട പ്രചാരണത്തിൽ ആചാര സംരക്ഷണം ഉറപ്പു നൽകി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ആചാരങ്ങൾക്കൊപ്പമെന്ന് രാഹുൽ. വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണം. ആരുടെയും വിശ്വാസത്തെ വേദനിപ്പിക്കില്ല. ആചാര സംരക്ഷണത്തിനായി സമാധാനപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും രാഹുൽ പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കെ പത്തനാപുരത്ത് ആദ്യ യോഗത്തിൽ രണ്ടാംഘട്ട പ്രചരണത്തിന് രാഹുൽ തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചില്ല. രാജ്യത്തെ ചുരുക്കം ചില വ്യക്തികൾക്ക് ആയിരക്കണക്കിന് കോടി സമ്മാനിച്ചു. ഇന്ത്യ ഭരിക്കേണ്ടത് ഒരു വ്യക്തിയോ ഒരു ആശയമോ അല്ല. ഇന്ത്യ ഒറ്റക്കെട്ടെന്ന സന്ദേശം നൽകാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. രാജ്യത്തെ ദാരിദ്ര്യത്തിന് നേരെയുള്ള മിന്നലാക്രമണമാണ് ലക്ഷ്യം. രാജ്യം RSSൽ നിന്ന് വലിയ ആക്രമണം നേരിടുന്നു. രാജ്യത്തെ ജനതയുടെ ശബ്ദമില്ലാതെ ഈ രാജ്യത്തിന് അർത്ഥമില്ല. ന്യായ് പദ്ധതിക്കായി വരുമാന നിരക്ക് വർദ്ധിപ്പിക്കില്ല. വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് ന്യായ് പദ്ധതിക്കുള്ള പണം കണ്ടെത്തും. BJPയും RSSും രാജ്യത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ. മുസ്ലിം ലീഗിനെതിരെ നടത്തിയ അമിത്ഷായുടെ പരാമർശത്തിനും രാഹുലിന്റെ മറുപടി. അമിത്ഷാ പറയുന്നത് പോലെയല്ല കേരളം. കേരളത്തിന് സഹിഷ്ണുതയുടെ ചരിത്രമാണുള്ളതെന്നും രാഹുൽ. കേരളത്തിൽ മത്സരിക്കുന്നത് രാജ്യത്തിനുള്ള സന്ദേശമാണ്. കേരളം രാജ്യത്തിന് മാതൃകയാണ്. ഉയർന്ന സാക്ഷരതയാണ് സംസ്ഥാനത്തിന്റെ സവിശേഷത. കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങൾക്ക് സഹായം നൽകാൻ ശ്രമിക്കുമെന്നും രാഹുൽ. പത്തനാപുരത്തെയും പത്തനംതിട്ടയിലെയും യോഗങ്ങളിൽ പങ്കെടുത്ത രാഹുൽ പാലായിലെത്തി അന്തരിച്ച മുൻ മന്ത്രി KM മാണിയുടെ വീടും സന്ദർശിച്ചു. കമ്മീഷനെ തുണച്ച് കോടതി. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ശരിവെച്ച് സുപ്രീം കോടതി. നടപടി തൃപ്തികരമെന്ന് കോടതി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BSP അധ്യക്ഷ മായാവതി, SP സ്ഥാനാർത്ഥി അസം ഖാൻ, BJP ലീഡർ മേനക ഗാന്ധി എന്നിവർക്കെതിരെയാണ് കമ്മീഷൻ ഇന്നലെ നടപടി സ്വീകരിച്ചത്. ചട്ടം ലംഘിക്കുന്നവർക്കെതിരെ നടപടി തുടരാനും കമ്മീഷന് കോടതിയുടെ നിർദ്ദേശം. കമ്മീഷന് കോടതി കൂടുതൽ ഉത്തരവുകൾ നൽകേണ്ട സാഹചര്യമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം ബോധ്യപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ പരിഹാസം. കമ്മീഷന്റെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി. വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് മായാവതി നൽകിയ ഹർജി കോടതി പരിഗണിച്ചില്ല. പ്രചാരണം കൊഴുപ്പിച്ച് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ എത്തി നിൽക്കെ സംസ്ഥാനത്ത് പ്രചാരണം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പുറമെ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിലെത്തും. വൈകിട്ട് 4-ന് നെടുമ്പാശ്ശേരിയിലെത്തുന്ന അമിത്ഷാ അങ്കമാലിയിലും തൃശൂരിലും 2 പരിപാടികളിൽ പങ്കെടുക്കും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി തേക്കിൻകാട് മൈതാനിയിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 6:30 അങ്കമാലി അത്താണിയിൽ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന്റെ പ്രചാരണ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇന്നലെ പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. കൗമുദി പ്രൈം ന്യൂസ് കാണാം 4:55-ന്. നമസ്കാരം.